കുറേ പ്രാവശ്യം കംബാക്ക് എന്ന് പറയുന്നു. ഇത് എന്താണ് ദിലീപിൻ്റെ 150ാമത്തെ കംബാക്ക് മൂവിയാണെന്ന് തോന്നുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള. ഭയം ഭക്തി ബഹുമാനം അങ്ങനെ പറയാൻ എളുപ്പം. ആ സിനിമ ഞാൻ കണ്ടിരുന്നു, വ്യാഴാഴ്ച തന്നെ കണ്ടിരുന്നു. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ മോഹൻലാലിനെ എടുത്തു വെച്ചിരിക്കുന്ന രീതി നന്നായിട്ടുണ്ട്. പുള്ളിയുടെ റെഫറൻസസ്, മാസ്, ആൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ട്, അതെല്ലാം അടിപൊളിയായിരുന്നു. ആൾക്ക് തന്നെ ഒരു ഓറയുണ്ട്. വിനീത് ശ്രീനിവാസൻ ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ, അവരുടെ ആക്ടിങ്, അവർക്ക് കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി ടൈമിങ്, രണ്ടുപേരും കോമ്പോസിറ്റ്സ്, ബെസ്റ്റ് കോമഡി ആയിരുന്നു സിനിമയിൽ. പിന്നെ അല്ലറ ചില്ലറ വർഗീസ്, അശോകൻ, അങ്ങനെയുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നന്നായിരുന്നു. ദിലീപിൻ്റെ കുറച്ച് സീൻസ്, പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് വരുന്ന കുറച്ച് സീൻസൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പ് നിൽക്കുന്നുണ്ടല്ലോ, ആ സീൻസൊക്കെ എനിക്കൊന്ന് നല്ലതായിരുന്നു. പക്ഷെ അതർവൈസ് എന്തെടുത്ത് വെച്ചിരിക്കുന്നത്, ലൈക്ക് ഇതിലെ ഡാൻസ്, സോങ്, മ്യൂസിക്, എഡിറ്റിങ്, ആക്ഷൻ, ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്ലൂഡിങ് സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എഡിറ്റിങ്, ഈ ട്രെയിലറും ടീസറും ആരാണ് എഡിറ്റ് ചെയ്തത്, ഒന്നെങ്കിൽ അയാൾക്ക് പൈസ കൊടുത്തില്ല ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിൽ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് മര്യാദക്ക് നമുക്ക് കിട്ടുന്നില്ല. അതിൽ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ അത് കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഡയലോഗ്സ് എല്ലാം വലിയ തമാശയ്ക്ക് വിചാരിച്ചുണ്ടാക്കുന്ന തമാശകളിൽ പോലും നമുക്ക് ചിരി വരുന്നില്ല. പ്രത്യേകിച്ച് മറ്റേ ദളപതി ബോയ്സ് എന്നും പറഞ്ഞുകൊണ്ടുണ്ടാകുന്ന പിള്ളേരുടെ ഒരു കുളത്തിനും ഉണ്ടാകുന്നില്ല. അത് ഒട്ടും നന്നായിട്ട് വന്നിട്ടില്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആ സെഗ്മെൻറ്റേ വേണ്ടായിരുന്നു. മോഹൻലാലിനെ പോലുള്ള ഒരു ആക്ടറിനെ കിട്ടിയിട്ട് അതിൽ ആക്ഷൻ രംഗങ്ങൾ മര്യാദ കൊടുക്കാൻ പറ്റിയില്ല. ഡാൻസ് ആണെങ്കിൽ പോലും അതിൽ പരിമിതികളുണ്ടാകുന്നു, കുറച്ച് നല്ല സ്റ്റെപ്പുകൾ ഉണ്ടാകുമെങ്കിൽ പോലും ബാക്കിയെല്ലാം എഡിറ്റിങ് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാട്ടിൽ കുറച്ച് ഓളം വന്നെങ്കിൽ പോലും, എന്തോ ലിറിക്സ് ഭയങ്കര പൊട്ടയാണെങ്കിൽ പോലും അതിൽ ഡാൻസ് കൊണ്ട്, കൊറിയോഗ്രാഫി കൊണ്ട് അവർക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റിയില്ല. സോ മ്യൂസിക്, എൻ്റെ അമ്മോ, എൻ്റെ ചെവി പൊട്ടിപ്പോകുന്ന രീതിയിലാണ് മ്യൂസിക് ആദ്യമേ തുടങ്ങി. ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ മ്യൂസിക് കൂടുതൽ ഇട്ടിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇന്ന് സിനിമ ഉണ്ടാക്കി. കുറച്ചും കൂടി സെൻസ് വേണം. ലോജിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ പണിയെടുക്കുന്നതിൽ ലോജിക്കില്ലാണ്ടാവരുത്. ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളൊരു ഫാൻ അല്ലെങ്കിൽ പോയി കാണരുത്.